നിന്റെ കഷ്ടപ്പാടും ദുരിതവും ഈ ജന്മത്ത് തീരില്ലേ മോളെ? അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. എല്ലാം ഒന്ന് ഒതുങ്ങി സമാധാനമായിട്ട് വന്നതായിരുന്നു. അപ്പഴാ ഇങ്ങനെ ഒരു ആപത്ത്. മേം സാബ്, വിഷമിക്കണ്ട. പോലീസ് അറസ്റ്റ് ചെയ്തതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. എത്രയോ നിരപരാധികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവരെയൊക്കെ കോടതി ശിക്ഷിക്കാറുണ്ടോ? ശിക്ഷിക്കണമെങ്കിൽ ഒരാൾ കുറ്റം ചെയ്തിരിക്കണം. അത് മാത്രവുമല്ല, കുറ്റം ചെയ്തുവെന്ന് കോടതി മുമ്പാകെ സംശയാതീതമായി തെളിയിക്കുകയും വേണം. എനിക്കറിയാം ശിവജി, പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? ഇനി പത്രങ്ങളിലും ടിവിയിലും ഒക്കെ വരില്ലേ? അപമാനമായില്ലേ? എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ വേണ്ടില്ല. തമ്പി സാബ് അതൊക്കെ മറികടന്നോളും. അതിനുള്ള മനക്കരുത്തുമുണ്ട്. മേം സാബ് തളരരുത്. അദ്ദേഹത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും. കൊലക്കുറ്റമായതുകൊണ്ട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. വെറുതെ 14 ദിവസം സബ് ജയിലില്? ഓ, അതൊക്കെ പെട്ടെന്നങ്ങ് പോവും. 14 ദിവസത്തെ ജയിൽവാസം എനിക്കും സാബിനുമൊക്കെ ചുമ്മാതൊരു തമാശ പോലെയുള്ളൂ. ശിവജി എന്താ ഇങ്ങ് തിരിച്ചു പോകുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണ്ടേ? അദ്ദേഹത്തിനല്ലേ ഇപ്പൊ ശിവജിയുടെ സഹായം വേണ്ടത്? തമ്പി സാബ് ഇവിടെ അല്ല മേം സാബ്, നേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. ഞാൻ കൂടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെ ഇവിടെ തനിച്ചാക്കിട്ട് ചെന്ന തമ്പി സാബിനോട് ദേഷ്യപ്പെടും. കണ്ണൂരിലോട്ട് കൊണ്ടുപോയാലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരില്ലേ? ഇല്ല, റിമാൻഡ് ചെയ്ത് അവിടുത്തെ സബ് ജയിലിലേക്ക് അയക്കും. അപ്പോ 14 ദിവസം അവിടെ ആയിരിക്കോ? മേം സാബ്, ഇതൊന്നും മനസ്സിലിട്ട് വിഷമിക്കരുത്. ഞങ്ങള് ആണുങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമല്ല. ഞാൻ കണ്ണൂരിലേക്ക് അധികം വൈകാതെ പോകുന്നുണ്ട്. റിമാൻഡ് കാലാവധി തീരുമ്പോഴേക്കും സാബിനെ ജാമ്യത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. എന്നാലും അത്രയും ദൂരം അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് പോലും അറിയാതെ ഞാൻ ഇവിടെ. മുത്തശ്ശി, ഇവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിക്കേ. പ്രായമുള്ളവർക്കല്ലേ അനുഭവം കൂടുതൽ. ഇതൊക്കെ എങ്ങും മാറും. ഇതൊക്കെ ചെറിയ ഓരോ ഉറുമ്പുകടി പോലെയുള്ളൂ. ലോകത്ത് മനുഷ്യർ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നു. വരട്ടെ മേം സാബ്. മോളു, പോയിട്ട് വരാം. വിഷമിക്കരുത്, ഞാനുണ്ടല്ലോ കൂടെ. അച്ഛനൊന്നും സംഭവിക്കില്ല. നിങ്ങളെ ഓർത്തിട്ട് മാത്രമായിരിക്കും സാബിന് വിഷമം. നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാലേ സാബിനൊരു ധൈര്യവും സന്തോഷവും ഉണ്ടാവും. ഞാൻ വരാം. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? കൊള്ളാം. എന്റെ നമ്പർ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല അല്ലേ? മിസ്റ്റർ മുരളീകൃഷ്ണനാണോ? നമ്പർ ഫീഡ് ചെയ്യാത്തതല്ല, പേര് വായിക്കാത്തതാ. ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാ. നരേന്ദ്രൻ തമ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എവിടെ വെച്ച്? ഏത് പോലീസ്? കേരള പോലീസ് തന്നെ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ അല്ല, നിങ്ങളുടെ നാട്ടിലെ പോലീസ്. കണ്ണൂർ പോലീസ്. ഓ, കണ്ണൂർ പോലീസോ? നരേന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും. അയാൾ ജാമ്യത്തിൽ ഇറങ്ങാതെ നോക്കേണ്ടത് സദാനന്ദ ഷെട്ടിയുടെ മിടുക്ക്. കണ്ണൂരിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവനിനി ജീവനോട് പുറത്തിറങ്ങില്ല. ഈ തമ്പിയെ സഹായിക്കാൻ പ്രബലന്മാരാരെങ്കിലും ഉണ്ടോ? ആരുണ്ടായിട്ടും കാര്യമില്ല ഷെട്ടി. ഹോം മിനിസ്റ്റർ അല്ല എന്റെ കൂടെ. അതിനേക്കാളും വലിയ പുള്ളികളൊന്നും തൽക്കാലം തമ്പിയുടെ പക്ഷത്തില്ല. ആ ശിവജിയെ സൂക്ഷിക്കണം. അവനൊരു പ്രശ്നമാണ് അല്ലേ? അതെ, അവൻ യജമാനന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
സ്വന്തം ജീവൻ കളയുന്നവനാ. അതുകൊണ്ട് സൂക്ഷിക്കണം. സ്വന്തം ജീവൻ മാത്രമല്ല, അവൻ ചിലപ്പോൾ പല ജീവനും കളഞ്ഞെന്ന് വരും. അതിനെ ഞാൻ ഇവിടെ പരിഹാരം ഉണ്ടാക്കിക്കോളാം. പിന്നെ ഒരു ചെറിയ വിഷപ്പല്ല് കൂടി പറിച്ചു കളയാനുണ്ട് അവിടെ. അതെന്തത്? നാഗരാജ്. അവൻ ചിലതൊക്കെ പോലീസിന്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അത് പോട്ടെന്ന് വെക്കാം, നമ്മുടെ പോലീസല്ലേ. പക്ഷേ പത്രങ്ങളും ചാനലും കൂടി കുത്തിപ്പൊക്കാതെ നോക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അവനങ്ങനെ ഒരു ദിവസം ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരുത്തനാവാതെ നോക്കേണ്ടത് മുരളീകൃഷ്ണന്റെ കടമയാണ്. ശരി, അത് ഞാൻ നോക്കിക്കോളാം. വേറൊന്നുമില്ലല്ലോ? തൽക്കാലം ഒന്നുമില്ല. പിന്നെ കണ്ണൂരും കാസർഗോഡും തെളിയിക്കേണ്ടതൊക്കെ തെളിയിക്കുകയും മറക്കേണ്ടതൊക്കെ മറയ്ക്കുകയും കെട്ടേണ്ടടത്തെല്ലാം കെട്ടുകയും ചെയ്തേക്കണം. അതൊക്കെ എനിക്കറിയാം. വെക്കട്ടെ? ശരി. ഈ നരേന്ദ്രൻ തമ്പി അകത്തായി വരും ചന്ദ്രേട്ടൻ അറിഞ്ഞായിരുന്നോ? അതൊക്കെ അറിഞ്ഞു. പക്ഷെ അയാളുടെ കയ്യിൽ പൂത്ത പണമില്ലേ മുരളി? 2 ദിവസത്തിനകം അയാൾ പുറത്ത് ചാടില്ലേ? പണം മാത്രം പോരാ ചന്ദ്രേട്ടാ. എപ്പോഴും പണം മാത്രം ഉപകാരപ്പെട്ടെന്ന് വരില്ല. നരേന്ദ്രൻ തമ്പി ജാമ്യത്തിൽ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം നമ്മൾ അടുത്ത പൂട്ടിട്ട് പൂട്ടും. തമ്പി ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ചന്ദ്രേട്ടാ. ഇറങ്ങിയാലും കുഴപ്പമില്ല, അടുത്ത ദിവസം തന്നെ തിരിച്ചു കയറ്റിയാൽ മതി. നമുക്കിട്ട് അത് തന്നെയല്ല അയാൾ ചെയ്തോണ്ടിരുന്നത്. റാസ്കൽ. എപ്പോഴെങ്കിലും പുറത്തിറങ്ങില്ലേ മുരളിയേട്ടാ? ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നിന്റെയും ജയശീലിന്റെയും ചന്ദ്രേട്ടന്റെയും ഹരീഷിന്റെയും ഇപ്പോ എന്റെയും. മുരളിയേട്ടന്റെ സഹായം എപ്പോഴും. അതൊക്കെ ഉണ്ടടാ. നിങ്ങളുടെ സഹായേ ഇപ്പൊ എനിക്കാ വേണ്ടത്. ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യണം. കൊല്ലാൻ പറഞ്ഞ കൊല്ലണം, തല്ലാൻ പറഞ്ഞ തല്ലണം. ഞങ്ങൾ എന്തിനു റെഡിയാ? ജയിലിൽ കിടന്ന് ഞങ്ങളെ പുറത്തിറക്കിയത് മുരളിയേട്ടനല്ലേ? മുരളിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. ഇനി വളരെ സൂക്ഷിച്ചു വേണം ഓരോന്നും പ്ലാൻ ചെയ്യാൻ. ഒരു ചെറിയ പിഴ പോലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഞങ്ങൾ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിലേക്ക്. അതിന് നിങ്ങളുടെ വീട് തന്നെ. തമ്പി ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? പോയി കാറിലോട്ട് കയറി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാം. ശരി, ഓക്കെ അല്ലേ? നമുക്ക് കാണാം. ഓക്കെ, വാളിയ. മോനെ മുരളി പറഞ്ഞ പോലെ തന്നെ പണി ഒപ്പിച്ചല്ലോ. ഞാൻ ഓർത്തില്ല ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കുമെന്ന്. ചേച്ചി എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? വെറും ഒരു 3ാം കിട ചോട്ടാൻ നേതാവണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അത്ര കുറച്ചൊന്നും കണ്ടിട്ടില്ല. ആ ഹരിക്കുട്ട, നിനക്ക് വിഷമൊന്നും ഉണ്ടായില്ലല്ലോ? ഒറ്റ വിഷമേ ഉണ്ടായിരുന്നുള്ളൂ മാം. ആ തെണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ആ ചന്ദ്രേട്ടൻ എന്താ വരാത്തെ? ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ആവുന്ന പോലെ വിളിച്ചതാ. ആന്റിയെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് പോയി. ദേവരാജനെവിടെ? അവന് കിട്ടിയില്ലേ ജാമ്യം? അവൻ വീട്ടിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്താ എല്ലാരും ഇവിടെ നിന്ന് കളഞ്ഞേ? വാ മുരളി. ഇല്ല, എനിക്കിന്ന് ജില്ലാ കമ്മിറ്റി ഉണ്ട്. നേരെ ഇപ്പൊ തന്നെ വൈകി. ഞാൻ വൈകിട്ട് വരാം. നിങ്ങളില്ല പോട്ടെ ജയ. വാ മോനെ. ജയ. ചേട്ടാ. ഓ, അവളുടെ ഒരു സന്തോഷം. ജീവപര്യന്തം തടവ് കഴിഞ്ഞു വരുന്ന ലക്ഷണോ? ജീവപര്യന്തം ആയനെ മുരളിയേട്ട ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ.
അവൻ എന്തിയാ ചെയ്യാ? നിങ്ങളുടെ കൂടെ ഇല്ലേ? വീട്ടിലോട്ട് പോയതാ. അവിടുന്ന് എന്തൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയതല്ലേ. സാധനങ്ങൾ പലതും അവിടെ ഇരിക്കുക. അവൻ എങ്ങനെ വീട്ടിനകത്ത് കയറും? ഞങ്ങള് വീടും പൂട്ടി പോന്നില്ലേ ഇങ്ങോട്ട്? താക്കോല് കൊടുത്തിട്ടില്ലേ അടുത്ത വീട്ടില്? ഇല്ല, ഞങ്ങൾ ഇങ്ങ് കൊണ്ടുപോന്നു. ആ ബെസ്റ്റ്. സാരമില്ല, അവനിങ്ങ് വന്നോളൂ. മോം, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹാ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞതല്ലേ? എന്റെ മോനെ നീ ഒന്ന് കാണേണ്ടതായിരുന്നു. നരേന്ദ്രനെ പോലീസ് വിലങ്ങ് വെച്ചു കൊണ്ടുപോയ കാഴ്ച. ഛേ, ആ നേരത്തെ നീ ഇവിടെ ഇല്ലാണ്ട് പോയല്ലോ. അമ്മയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നോ? മൊബൈൽ അതിന്റെ വീഡിയോ പിടിച്ചു വെക്കണ്ടേ? അയ്യോടാ മോനെ, ഞാനത് ഓർത്തില്ല. പിടിച്ചു വെക്കേണ്ടതായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണായിരുന്നു അല്ലേടാ. ഈ അമ്മയ്ക്ക് ഒരു കലാബോധവും ഇല്ല. ആ അത് പോട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ തമ്പി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചായിരുന്നോ? അതൊന്നുമില്ലടാ, മര്യാദക്ക് താഴെ ഇറങ്ങി വന്ന് സറണ്ടർ ചെയ്തു. അല്ല, മുമ്പേ അതോ ലോകത്തൊക്കെ പോലീസിനെ പേടിച്ച് കുറെ ഓടിയ ആളല്ലേ. പെട്ടെന്ന് കീഴടങ്ങാൻ ഒരു മടി കാണുമല്ലോ. മടിയൊന്നുമില്ലായിരുന്നു. നേരെ ചെന്ന് കൈ നീട്ടി കൊടുത്തു വിലങ്ങ് വെക്കാൻ. അതിനുള്ള ധൈര്യമൊക്കെ സമ്മതിക്കണം. അവളില്ലായിരുന്നോ അമ്മു? അവളുടെ മുന്നിൽ വെച്ചല്ലേ അറസ്റ്റ് ചെയ്തത്. ഓ, അന്നേരം അവളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്റെ മോനെ, അതാണ് കാഴ്ച. ഓ, ഓർത്തിട്ട് തന്നെ കുളിര് കോരുന്നു. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ലെന്ന് തോന്നിപ്പോയി. അവളും അവളുടെ മുത്തശ്ശിയും അവളുടെ ദത്തുപുത്രിയും എല്ലാം കൂടി നിന്നൊരു നിൽപ്പ്. അവളുടെ അഹങ്കാരം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഹേയ്, അതിനൊന്നും ഒരു കുറവുമില്ല. കണ്ണൂരിന്ന് വന്ന പോലീസുകാരെ നരേന്ദ്രനെ വിരുന്നിന് ക്ഷണിച്ചോണ്ട് പോയ ലക്ഷണത്തിലാ ചിലപ്പോ അവളുടെ മട്ടും ഭാവവും. 4 ദിവസം കഴിയുമ്പോ അയാളിങ്ങ് തിരിച്ചു വരുമെന്നാ അവളുടെ വിശ്വാസം. ആ വിശ്വാസമൊക്കെ നമുക്ക് പൊളിച്ചു കൊടുക്കാം. ഇനി തമ്പിയുടെ ജീവിതം ജയിലിൽ തന്നെ ആയിരിക്കുമെന്ന് അവൾക്കറിയില്ലല്ലോ. എന്തായാലും ഇനിയൊന്നും പേടിക്കാനില്ല. അവൾ എവിടാ മാം? ഇവിടെങ്ങും ഇല്ലേ? മോളിലുണ്ട്. അമ്മയും കൊച്ചുമോളും വളർത്തുമോളും കൂടെ എപ്പോഴും ഒന്നിച്ചാ നടപ്പും കിടപ്പും ഭക്ഷണവും എല്ലാം. അതൊന്ന് പൊളിക്കണമല്ലോ. ഹരീഷേ, നീ ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. ഇനി എനിക്ക് ഉടനെ ജയിലിലേക്ക് തിരിച്ചു പോകാൻ വയ്യ. സബ് ജയിലിലുള്ളവരൊക്കെ ചോദിച്ചു തുടങ്ങി ഇതെന്താ ചിന്ന വീടാണോന്ന്. ഞാനും അതാ പറയുന്നേ, തൽക്കാലം ഒന്നിനും പോകണ്ട. എന്നാലും അവളെ കാണുമ്പോ എന്റെ കൈ തരിക്കുമല്ലോ. അവളുടെ അഹങ്കാരത്തിന്റെ പത്തി അടിച്ച് തകർക്കണ്ടേ? ദേ, ആദ്യം വന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്ക്. വാ മോനെ, ബാക്കിയൊക്കെ പിന്നെ വാ. വാ ചേട്ടാ. തെമ്മാടിക്കൂട്ടങ്ങളെല്ലാം തിരിച്ചു വന്നല്ലോ. ഇനി അവരുടെ കൂത്തരങ്ങായിരിക്കും ഇവിടെ. അവരുടെ പഴയ മാതിരിയുള്ള തോന്നിവാസങ്ങളൊന്നും ഇനി നടക്കില്ല മുത്തശ്ശി. സമ്മതിക്കില്ല ഞാൻ. ഇത്രയും നാൾ അവരുടെ വിളയാട്ടങ്ങളൊക്കെ നടന്നു. ഇനിയെങ്കിലും വരട്ടെ. നിനക്കൊറ്റയ്ക്ക് അവരോട് എന്ത് ചെയ്യാൻ പറ്റുമോ? രണ്ടും കെട്ടി ജീവിക്കുന്നവരോട് നമ്മൾ വഴക്കിന് പോകാതിരിക്കുന്നതാ ബുദ്ധി. ഞാനും ഇനി രണ്ടും കൽപ്പിച്ച മുത്തശ്ശി. കൂടി വന്നാ അവർക്കെന്നെ കൊല്ലാൻ പറ്റിയേക്കും. ധൈര്യമുണ്ടെങ്കിൽ അവരെന്നെ കൊല്ലട്ടെ. കൊല്ലാനും മടിയില്ലാത്ത കൂട്ടങ്ങളാ. അതവര് തെളിയിച്ചതുമല്ലേ. അവരിതിനകം പലതും തെളിയിച്ചു മുത്തശ്ശി. നന്ദിയും കൂറും ഇല്ലാത്തവരാണെന്ന് മാത്രമല്ല, ആണത്തും ഇല്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. നട്ടലുള്ള ഒരാളെ നേരിടണമെങ്കിൽ അവർക്ക് കൂലിക്ക് ആളെ എടുക്കണം. ക്ഷുദ്രജീവികളൊക്കെ അങ്ങനെയാമ്മോ. നേർക്ക് നേരെ ആരെയും ഒന്നും ചെയ്യില്ല. ചതി ഒരുക്കി വെച്ച് പതിയിരുന്ന് ആക്രമിക്കും. അങ്ങനെയുള്ളവരെയാ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്. ഇനി ഞാനും വിട്ടുകൊടുക്കില്ല. നമ്മൾ വേണ്ട വേണ്ടെന്ന് മര്യാദ വിചാരിക്കുമ്പോഴാ അവർക്ക് നമ്മുടെ മേൽ എന്തു ആവെന്നുള്ള തോന്നല്. പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്ന് കാണുമ്പോ ഒന്നറയ്ക്കും. നീ അവരോട് മല്ലു പിടിക്കാനൊന്നും പോകണ്ട അമ്മു. അവരെന്താന്ന് വെച്ചാ കാട്ടിക്കൂട്ടട്ടെ. നമ്മൾ അങ്ങോട്ട് കണ്ണിയും ചെവിയും കൊടുക്കാതിരുന്നാ പോരെ. ഈ കൊച്ചിന്റെ കാര്യം ഓർക്കണ്ടേ. ഇവളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ നരേന്ദ്രൻ പോയത്. മോള് തനിച്ച് താഴേക്കൊന്നും പോണ്ട. അവന്മാരുടെയൊക്കെ ഉള്ളില് എത്ര തരം പിശാചുക്കളുണ്ടെന്ന് ആർക്കറിയാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചോ. പറഞ്ഞത് മനസ്സിലായോ?
എനിക്ക് എൻ്റെ പഴയ മുറി തന്നെ മതിമാം. അതിലാകുമ്പോൾ AC ഉണ്ട്. നീ വാ. പൂച്ചയെ കണ്ട എലികളെ പോലെ എല്ലാം മാളത്തിൽ കയറി ഒളിച്ചല്ലോ. നീ വാടാ. ഇനിയെങ്കിലും സത്യം തുറന്നു പറയുന്നതല്ലേ തമ്പി നല്ലത്? ഞാൻ പറഞ്ഞതൊക്കെ സത്യ. ശരി, പറയാത്ത സത്യങ്ങൾ ഇനി എന്തൊക്കെയാ ഉള്ളത്? എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. യതി എങ്ങനെയാ കൊല്ലപ്പെട്ടത്? അത് മാത്രം താൻ പറഞ്ഞില്ലല്ലോ. തന്നെത്താൻ തലയ്ക്കടിച്ചിട്ട് കബനി നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അത് എനിക്കറിയില്ല. സദാനന്ദ ഷെട്ടിയുമായി തനിക്ക് എന്താ ബന്ധം? മരിക്കാറായി കിടന്ന എന്നെ രഹസ്യമായിട്ട് പാർപ്പിച്ചതും ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയതും സദാനന്ദ ഷെട്ടിയ. അതിൻ്റെ അർത്ഥം ഷെട്ടി തൻ്റെ രക്ഷകനായിരുന്നു എന്നാണ് അല്ലേ? രക്ഷകനെ പേടിച്ച് രാത്രിയിൽ തനിക്ക് ഒളിച്ചോടേണ്ട കാര്യം എന്തായിരുന്നു? അത് സദാനന്ദ ഷെട്ടിക്ക് എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കൊള്ളാം. ദുരുദ്ദേശമുള്ളവൻ എന്തിനാണോ തന്നെ രക്ഷപ്പെടുത്തുന്നത്? ഈ സദാനന്ദ ഷെട്ടിയെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അല്ലേ? പറ്റും. ഷെട്ടിക്ക് എന്നെയും അറിയാം. അയാളോട് ഇങ്ങ് വരാൻ പറ. സർ. ചെല്ല്. ഇതാരാണെന്നറിയോ? അറിയാം, സദാനന്ദ ഷെട്ടി. ഇയാളെ നിങ്ങൾ അറിയുമോ? ഇല്ല. ഇതിനു മുമ്പ് ഇയാളെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. ആരാണ് ഇയാൾ? എന്താണ് ഇയാളുടെ പേര്? നരേന്ദ്രൻ തമ്പി. നരേന്ദ്രൻ തമ്പി. ഈ പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തമ്പിമാര് പൊതുവിൽ തെക്കൻ കേരളത്തിലുള്ളത്. ഇയാളും തെക്കനായിരിക്കും അല്ലേ? തനിക്ക് എന്നെ അറിയില്ലല്ലോടോ സദാനന്ദ ഷെട്ടി. പറയടോ. വേണ്ട, ഭീഷണിയൊന്നും വേണ്ട. ഇത് പോലീസ് ക്യാമ്പാണ്, തൻ്റെ അധോലോക മാളികയൊന്നുമല്ല. ഇനി എനിക്ക് പോകാലോ അല്ലേ? ഓയ്സ്,
ഇവിടെ വന്നതിനും പോലീസിനോട് സഹകരിച്ചതിനും വളരെ നന്ദിയുണ്ട് മിസ്റ്റർ ഷെട്ടി. അതൊരു പൗരന്റെ കടമയല്ലേ സാർ. ശരി. നിൽക്ക, ഒരു മിനിറ്റ്. ഒരു മിസ്സിസ് കൽപ്പന തിവാരിയെ നിങ്ങൾക്കറിയാമോ? പിന്നെ എൻ്റെ ഭാര്യയുടെ അനുജത്തിയ. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടിപ്പോ ഏകദേശം 16 വർഷത്തോളമായി. നാഗരാജ് എന്നു പേരുള്ള ഒരു സെർവന്റ് നിങ്ങൾക്കുണ്ടായിരുന്നോ? നാഗരാജ്? ആ പേരിൽ ആരെയും എനിക്കറിയില്ല. ശരി, പോയിക്കോളൂ. ഇതൊരു കൊലക്കേസാണ്. ചിലപ്പോൾ ഇനി സഹകരണം ആവശ്യമായി വരും. എപ്പോൾ വേണമെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കാം. ഏത് വിധത്തിൽ സഹകരിക്കാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, സീ യു. ഓക്കെ. അങ്ങനെ തൻ്റെ ആ കള്ളക്കഥയും പൊളിഞ്ഞു. ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?